പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് പക്ഷേ ഞാൻ പലതായിട്ടൊക്കെ പലയിടങ്ങളിൽ നിന്നായിട്ട് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ വളരെ അപക്വരായിട്ടുള്ള നേതാക്കൾ നയിക്കുന്നൊരു രാജ്യമായിട്ട് ഈ പാകിസ്ഥാൻ മാറിയിട്ടുണ്ട് എന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അസിം മുനീറിൻ്റെ പ്രൊവോക്കേഷൻ ഉള്ള പ്രസംഗം ഇപ്പോൾ പലരും കോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളൊരു ലിങ്കായിട്ട്, അത് നടന്ന ഉടനെയാണ് ഈ ആക്രമണം നടക്കുന്നത് എന്തുകൊണ്ട്, അപ്പോൾ ഒരു ലിങ്കായിട്ട് പലരും കാണുന്നത്. അസിം മുനീറിനെ പോലെ ആ രാജ്യത്തിൻ്റെ പട്ടാള മേധാവി സ്ഥാനത്തുള്ള ഒരാൾ, ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പട്ടാള മേധാവി സ്ഥാനത്തുള്ള ഒരാൾ കാണിക്കുന്ന പക്വത ആ വർത്തമാനത്തിലില്ല. അതായത് ഒരു അയൽ രാജ്യത്തെ മതവിഭാഗത്തെക്കുറിച്ചാണ് ഇയാൾ പ്രസംഗിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ തലപ്പത്തുള്ള ആളുകൾ, പ്രത്യേകിച്ചും പട്ടാള മേധാവി സ്ഥാനത്തൊക്കെയുള്ള ആളുകൾ അങ്ങനെ സംസാരിക്കുമോ? ഒരിക്കലുമില്ല. അതും പട്ടാള മേധാവി സ്ഥാനത്ത് നിന്ന് അയാൾ സംസാരിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെയാണ്. ആ സംസാരം കേട്ടാൽ നമുക്കറിയാം, അത് നമ്മൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സംസാരം കേട്ടാൽ നമുക്കറിയാം, അതായത് ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെയാണ്, ഒരു പടി കടന്നിട്ട് ഒരു തീവ്രവാദി നേതാവിനെ പോലെയാണ് ഇയാൾ സംസാരിക്കുന്നതെന്ന് കണ്ടാൽ പോലും നമുക്ക് സംശയിക്കാൻ പറ്റില്ല. കാരണം അയാൾ ഈ രാജ്യത്തെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ഇതര രാജ്യത്തെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ശരി ഇനി പ്രശ്നത്തിലായിരിക്കുന്ന ഒരു എതിർ ശത്രു രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ വെക്കുക, അങ്ങനെയല്ല, അവിടുത്തെ മതത്തെ പേര് പറഞ്ഞിട്ടാണ് ഇയാൾ സംസാരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അസിം മുനീർ അത് പാകിസ്ഥാൻ ആയതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഒരു പട്ടാള മേധാവി പരസ്യമായിട്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഒരു അയൽ രാജ്യത്തെ പറ്റിയിട്ട് ഇങ്ങനെ വളരെ തുറന്നടിച്ച് ഇങ്ങനെ ഒട്ടും ശരിയല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? ഇയാളെക്കുറിച്ചിട്ട് അമേരിക്കയിൽ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഒസാമ ബിൻ ലാദനാണ് പോലൊരാളാണ് അസിം മുനീർ എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു രാജ്യത്ത് ഒരിക്കലും അങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കൺട്രോളിലായിരിക്കും പട്ടാള മേധാവി ഉണ്ടാവുക. അവിടെ പാകിസ്ഥാൻ്റെ സ്ഥിതി നമുക്കറിയാം, അങ്ങനെയല്ല. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കൺട്രോളിലല്ല ഈ പട്ടാള മേധാവികൾ, അല്ലെങ്കിൽ പട്ടാളം ആകപ്പാടെയും ചലിക്കാർ. അത് വേറെ തന്നെ ഒരു സെക്ഷനാണ്. ഇവർക്ക് മേൽ ഇന്നിപ്പോൾ ഞാനിത് ഇന്നലെയും പറഞ്ഞു, ഇന്നും ഇന്നലെയുമായിട്ട് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന മുഴുവൻ പ്രതികരണങ്ങളും, ആ ഭാഗത്തെ രാഷ്ട്രീയ നേതാക്കൾ നടന്ന മുഴുവൻ പ്രതികരണങ്ങളിലും ഈ തീവ്രവാദികളെ തള്ളിപ്പറയുന്ന ഒരു വരിയുമില്ല. ഞങ്ങളാകെ ഷോക്കായിരിക്കുന്നു. ഈ അവിടെ കൊല്ലപ്പെട്ട ആളുകളോടും അവരുടെ ബന്ധുക്കളോടും ഞങ്ങൾക്ക് സഹതാപവും ചേർച്ചയുമുണ്ട്, ഞങ്ങൾ അവരോട് ഒപ്പം നിൽക്കുന്നു എന്നല്ലാതെ ഈ തീവ്രവാദി സംഘങ്ങളെ അതിശക്തമായ ഭാഷയിൽ തള്ളിപ്പറയാൻ അവരാരും തയ്യാറായിട്ടില്ല. അപ്പോൾ തീവ്രവാദി സംഘങ്ങളെ ഭയപ്പെടുന്ന സർക്കാർ, അവരുടെ കേന്ദ്ര സർക്കാർ, തീവ്രവാദി സംഘങ്ങൾക്ക് താഴെ നിൽക്കുന്ന, അല്ലെങ്കിൽ അതോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന സൈന്യം, ഒരു തറ നിലവാരത്തിലുള്ള രാഷ്ട്രീയ നേതാവിനെ പോലെ പെരുമാറുന്ന പട്ടാള മേധാവി, അങ്ങനെ അപക്വരായിട്ടുള്ള നേതൃത്വമുള്ള ഒരു രാജ്യം എന്ന നിലക്ക് ഒട്ടും ശരിയായ രീതിയിലല്ല ഇവർ ഈ പ്രവർത്തിക്കുന്നതെന്നാണ് തോന്നുക.